ഹായ് മക്കളെ, ഇക്കഴിഞ്ഞ ഓണം എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എക്സാം, അതായത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കോറിനേക്കാളും കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ആലോചിച്ച് ചിന്തിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നമുക്കറിയാം, ഇനി ക്രിസ്മസ് എക്സാമിന് ഏകദേശം ഒരു 2 മാസമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 60 ദിവസമേ ഉള്ളൂ. ഈ 60 ദിവസത്തിനുള്ളിൽ നമുക്കറിയാം കലോത്സവങ്ങൾ വരാനുണ്ട്, സ്പോർട്സ് വരാനുണ്ട്, അങ്ങനെ ഒട്ടനവധി എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. കുറച്ചധികം സബ്ജക്റ്റിൽ 6ഓളം സബ്ജക്റ്റുകളിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടത് 9ഓളം ചാപ്റ്റേഴ്സാണ്. ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നമ്മൾ ഓണം എക്സാമിന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്കൂളുകളിൽ ചിലപ്പോൾ 3 ചാപ്റ്റേഴ്സ്, ചിലപ്പോൾ 2 ചാപ്റ്റേഴ്സ്, ചിലപ്പോൾ 4 ചാപ്റ്റേഴ്സ് ഒക്കെയാണ് ഉണ്ടായിരിക്കുക. പക്ഷേ ആസ് പെർ സിലബസ് നമ്മൾ 5ഓളം ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി ക്രിസ്മസ് എക്സാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി 4ഓളം ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ 6ാമത്തെ ചാപ്റ്ററാണ് സ്റ്റാഫിംഗ്. ഇനി അങ്ങോട്ടുള്ള ക്രിസ്മസ് എക്സാമിന് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് സ്റ്റാഫിംഗ്. കഴിഞ്ഞ വർഷം 2023 മാർച്ചിൽ പബ്ലിക് എക്സാമിന് ഒരു essay ക്വസ്റ്റ്യൻസും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്കറിയാം 9ഓളം മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. കമ്പാരിറ്റീവ്ലി സ്റ്റാഫിങ്ങിനേക്കാളും കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഡയറക്റ്റിംഗ്. കുറച്ചധികം സമയമെടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് 11ഓളം മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കൺട്രോളിംഗ് ആണ്. സ്റ്റാഫിങ്ങിനെയും ഡയറക്റ്റിങ്ങിനെയും അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്ററാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. 4 മാർക്കിനാണ് പബ്ലിക് എക്സാമിന് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് അടുത്ത ചാപ്റ്റർ. മറ്റു 3 ചാപ്റ്റേഴ്സിനെയും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ എക്സ്ട്രീംലി ആയിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. കുറേ അധികം ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചധികം സമയം എടുത്തുകൊണ്ട്, ഡയറക്റ്റിങ്ങിനെ പോലെ തന്നെ കുറച്ചധികം സമയം എടുത്തുകൊണ്ടാണ് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് 10ഓളം മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി പറ്റും, ഒരുപാട് സബ്ജക്റ്റ് വേറെയും ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് സാറ് പറയുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ടൈം ടേബിൾ, ഈ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എപ്പോഴാണോ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്, ഈവനിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഏർലി മോർണിംഗിലാണെങ്കിലും ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്, ആ പഠിക്കാനിരിക്കുന്ന സമയത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതിനാണ്. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് തലയിലോട്ട് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് നിങ്ങൾ 2ൽ കൂടുതൽ അല്ലെങ്കിൽ 3 തവണയൊക്കെ ഒരു കോൺസെപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, കോൺസെപ്റ്റ് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ കോൺസെപ്റ്റ് ഇൻഡെപ്ത് ആയിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുന്നതിലൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഷോർട്ട് നോട്ടുകളാണ്. നമുക്കറിയാം, സൈലം യുവ ബാച്ചിലൂടെയും അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സിലൂടെയും കൃത്യമായിട്ട് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നോട്ടുകൾ തരുന്നുണ്ട്. ആ നോട്ടുകൾ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അത് ചിലപ്പോൾ സ്റ്റിക്കി നോട്ടായിട്ടൊക്കെ നിങ്ങളെ സ്റ്റഡി ഏരിയയിൽ പ്ലേസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ ചാപ്റ്റർ റിവൈസ് ചെയ്യുകയും വേണം. നമുക്കറിയാം, നമ്മൾ ഈ ഒരു കാലഘട്ടം, ഈ ഒരു പീരീഡിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സേ പഠിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് 9ഓളം ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ സമയത്ത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് കൂടി റിവൈസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഓണം എക്സാമിന് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിഷമിച്ചിരിക്കാതെ ഇനി അങ്ങോട്ടുള്ള സ്റ്റഡീസിൽ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അടിപൊളിയായിട്ട് മുന്നോട്ട് പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് കൂടുക തന്നെ ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ വിഘ്നേഷ് ഫ്രം സൈലന്റ് ലേണിംഗ്.